ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ബിസിനസ് അണ്ടർടേക്കിങ്സ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ്. ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അതായത് നിങ്ങൾ ബിസിനസിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ നേരത്തെ ക്ലാസ്സുകളിൽ. അതായത് +2 +1 ഒക്കെ നിങ്ങൾ ബിസിനസിനെ പറ്റി പഠിച്ചവരാണ്. എന്താണ് ബിസിനസ്? നിങ്ങൾക്ക് അറിയാം ബിസിനസ് എന്താണ്. അപ്പൊ ബിസിനസ്സും ഓഫീസ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് അല്ലെ, ഒരു കണക്ഷൻ, ഇതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ബിസിനസ് അണ്ടർടേക്കിങ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബിസിനസ്, ബിസിനസിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് അണ്ടർടേക്കിങ്സ് തൊട്ട് നിങ്ങൾക്ക് എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം ബിസിനസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ബിസിനസ് അണ്ടർടേക്കിങ്സ് നമുക്ക് നോക്കാം. The term business is very wide in its scope and it covers all economic activity pursued by people, firm, etc. Business include commerce, trade and industry. Hence, a brief definition and the meaning of commerce, trade and industry are of much importance and should be understood clearly. Okay, objectives. മീനിങ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് അണ്ടർടേക്കിങ്സ്. അതായത് ഈ ചാപ്റ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ് അണ്ടർടേക്കിങ്സിന്റെ മെയിൻ ആയിട്ടുള്ള മീനിങ്ങും ഫങ്ഷൻസും എന്താണ്, അതുപോലെ തന്നെ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഒരു ഇവാലുവേഷൻ, അതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. കൊമേഴ്സ് ആൻഡ് ട്രേഡ്. കൊമേഴ്സും ട്രേഡും നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഇൻ കൊമേഴ്സ് parlance, the term commerce and trade are used synonymously but in their real sense. Trade refers to mere buying and selling of goods, while commerce refers to not only transfer or exchange of goods but also all activity of various agencies which ensure a free flow of goods and services between actual producers and the ultimate customers. അതായത് കൊമേഴ്സും ട്രേഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംപ്ലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്? ഗുഡ്സ് വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രേഡ് എന്ന് പറയുന്നത്. പക്ഷെ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. അതായത് ഗുഡ്സ് വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമല്ല കൊമേഴ്സിൽ പെടുന്നത്. ഓവറോൾ, അതായത് ഹോൾ എന്താണ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഫൈനൽ കസ്റ്റമേഴ്സ്. ഒരു ഗുഡ്സ്, അതായത് ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ലാസ്റ്റ് എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും എന്താണ്? കൊമേഴ്സ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? കൊമേഴ്സ് refers to an organized system for the exchange of goods between members of the industrial world. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊഡക്ഷനും അത് എൻഡ് കസ്റ്റമേഴ്സിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു കാര്യങ്ങൾ അതൊക്കെ കൊമേഴ്സ് ആണ്. ഓക്കെ, ബിസിനസ്സിലെ കൊമേഴ്സ് ആണത്. Hindrance of person. As the buyers and sellers of goods are always situated in different place, the contact between them is hindered by distance. Commerce help remove this hindrance by means of trade, which establish contact between producers and ultimate customers, users. ട്രേഡും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് പല പ്ലേസിൽ നിന്നാണ്. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഡൽഹിയിലേക്ക് സാധനം വിൽക്കാം, ചെന്നൈയിലേക്ക് വിൽക്കാം, അങ്ങനെ പല സ്ഥലത്ത് നിന്ന്. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഡൽഹിയിലുള്ള കസ്റ്റമേഴ്സിന് വേണം. എങ്ങനെ എത്തും? അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മളിലേക്ക് എത്തണം. എങ്ങനെ എത്തും? എങ്ങനെയാ അത് വരിക? നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മൾ എന്റെ കസ്റ്റമേഴ്സ് ആണ്, അവര് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ അതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? കൊമേഴ്സിൽ പെടുന്നതാണ്. എന്തൊക്കെയാ നടക്കുന്നത്? അവിടെ നിന്ന് അവര് പാക്കേജ് ചെയ്യും, ട്രാൻസ്പോർട്ടിങ് നടക്കും, വെയർ ഹൗസിങ് നടക്കും. ലാസ്റ്റ് എന്താണ്? റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, പിന്നെ കസ്റ്റമേഴ്സ്, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ, അതായത് ആ വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം, അത് ട്രേഡ് ആണ്. മനസ്സിലായി? കൊമേഴ്സ് ആണത്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. As the production and the consuming centers are always situated at a distance, movement of goods produced to the consuming center is hindered by distance. Hindrance is overcome by means of transport, which help in assembling of goods and in equalizing supply and demand.
അതായത് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും വേറെ വേറെ ഡിസ്റ്റിങ്ക്ട് പ്ലേസിലാണ്. അപ്പൊ ഈ ഗുഡ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടിന്റെ സഹായത്തോടെയാണ് ആ ഡിസ്റ്റൻസ് ഓവർകം ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. മനസ്സിലാവും? അതാണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്, ആ പ്ലേസിന്റെ ഹിൻഡ്രൻസ് പരിഹരിക്കുന്നത്. ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച്. ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ഇസ് വെരി എസെൻഷ്യൽ. വിത്ത് മണി ആസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽപ്പ് സ്പീഡ്ലി ആൻഡ് ഈസി സെറ്റിൽമെന്റ്. The role of bank in the settlement of trade between country is very much appreciated. അതായത് ഹിൻഡ്രൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിയുടെയാണ് മെയിൻ ആയിട്ടുള്ള അത് പറയുന്നത്. ഓക്കെ, അതായത് എക്സ്ചേഞ്ചിന്റെ ആ ഒരു തടസ്സം. സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ ഇസ് വെരി. അപ്പൊ ഈ ബയ്യറും സെല്ലറും തമ്മിൽ ഇപ്പോ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചെക്ക്, ഇപ്പൊ നമുക്ക് അവർക്ക് എന്താണ് സെല്ലർക്ക് പൈസ കൊടുക്കണം, നമ്മുടെ കയ്യിൽ ചെക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കയ്യിലേക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് ഉള്ളൂ, എങ്ങനെ കൊടുക്കും? ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ അക്കൗണ്ട് വഴിയാണ് അല്ലെ. ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ഫോണിലൂടെ ചെയ്യാൻ പറ്റിയത്. അപ്പോ ഇതുപോലുള്ള ബാങ്കിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി എന്താണ് ആ ഒരു എക്സ്ചേഞ്ചിനുള്ള, ആ മണി എക്സ്ചേഞ്ചിനുള്ള തടസ്സം നമുക്ക് ഒഴിവായി കിട്ടും. ഹിൻഡ്രൻസ് ഓഫ് ടൈം. Nowadays, production is carried on in anticipation of demand. There is necessarily a time lag between production and the consumption of goods, which means that the goods produced should be stored up properly for realized when demand arises. This hindrance of time is overcome by warehouses. അപ്പോൾ warehouses-ന്റെ ഉപയോഗമാണ്. എപ്പോഴാണ് warehouse ഉപയോഗമായിട്ട് വരുന്നത്? There is a time gap between എന്താണ് production and consumption. Why? Because there is an anticipation of demand. എന്ന് വെച്ചാൽ എന്താ? ഒരു ഡിമാൻഡിന്റെ ആന്റിസിപ്പേഷൻ വേണം. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് ഇൻ കേസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വി ഷുഡ് ഹാവ് ടു സ്റ്റോർ ദാറ്റ്. വി ഹാവ് ടു സ്റ്റോർ ദാറ്റ് തിങ്സ്. ഓക്കെ, where we store warehouses. വെയർഹൗസിന്റെ പർപ്പസ് എന്താ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് വെയർഹൗസ്? ഇൻ ഓർഡർ ടു സ്റ്റോർ ദ ഗുഡ്സ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ്. എന്തിനാ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഡിമാൻഡ് വരാൻ വേണ്ടി, ഡിമാൻഡ് വരുമ്പോൾ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വെയർ ഹൗസിൽ. അപ്പൊ ആ ഹിൻഡ്രൻസ് ഓഫ് ടൈമിന്റെ തടസ്സം മാറുന്നത് എന്തിനാണ്? വെയർ ഹൗസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഹിൻഡ്രൻസ് ഓഫ് നോളജ്. Knowledge of goods and services available in the market is of great importance. The hindrance of knowledge is overcome by means of advertisement and salesmanship. ഇനി നോളജ്, ഇപ്പൊ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് എല്ലാവരിലേക്കും എത്തണ്ടേ? ജനങ്ങളിലേക്കൊക്കെ എത്തിയാലല്ലേ അവർക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം? അഡ്വർടൈസ്മെന്റ് ചെയ്യണം. പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ പല സാധനങ്ങളും ടിവിയില്, നമ്മുടെ സോഷ്യൽ മീഡിയാസില്, യൂട്യൂബില് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോയി ഓരോന്ന് വാങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ നോളജ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് എന്ത് നമ്മളത് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ എന്ത് വേണം നമുക്ക്? ഫസ്റ്റ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് നോളജ് ഉണ്ടാവണം. ഓക്കെ. Evaluation of commerce. The evaluation of commerce can be traced to the early age when civilization of economic activities started developing. Evaluation of commerce can be classified into following: stage of self-sufficiency or family economy, barter economy, money economy or national economy, and international economy. അപ്പൊ കൊമേഴ്സിന്റെ എവാലുവേഷൻ ആണ് എന്ത് ഇനി പഠിക്കാൻ പോകുന്നത്. ആ കൊമേഴ്ഷ്യൽ എങ്ങനെയാണ് ആ കൊമേഴ്സ് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് വന്നത്. കൊമേഴ്സ് എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മോട്ടീവ്, ആ ഒരു ഐഡിയ, അതെങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത് എന്നുള്ളത് അതിന്റെ ഒരു പ്രോഗ്രസ് ആണ് ഇനി പറയാൻ പോകുന്നത്. Self-sufficiency or family economy. In the earlier ages, man was self-sufficient as he produced all those things he needed. Hence, there was no need for exchange of commodity. The family acted as unit and the member of the family produced all goods needed by the family. So, there was no question of exchange, and hence where commerce was concerned, there were neither hindrance of time nor place or exchange. What?
എന്താണ് പണ്ട് കാലം, അതായത് ഏർലി സ്റ്റേജസിൽ എന്ന് പറയുമ്പോ നമുക്ക് കൊമേഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണ്, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു എക്സ്ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒന്നിനും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ആ ഒരു കൊമേഴ്സിന്റെ ആ ഒരു ടേം അങ്ങനെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പിന്നെ എന്താ സംഭവിച്ചേ? ആസ് ടൈം പാസ് ഓൺ ഹാഡ് ടു വണ്ടർ ഫ്രം പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഷെൽട്ടർ ആസ് ദ നെസസറിലി ഡിപ്പെൻഡഡ് ഓൺ the gift of nature. They settled at a place where natural resources were enormous and built houses. Their main occupation was agriculture. With that, the concept of private property also emerged as the family began to possess land and raise crops. In due course, this family started exchanging their surplus of produce for other commodity required by them and produced by others. പിന്നെ കാലങ്ങൾ ചെന്നപ്പോ ഓരോ ആൾക്കാര് അവരെന്ത് ചെയ്തു, അവർ ഓരോ സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഈ പണ്ട് കാലത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ അറിയാം, ഇങ്ങനെ മാറിക്കൊണ്ട് കിടക്കും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ട് കിടക്കും. പിന്നെ അവർ ചിന്തിച്ചത് എന്താണ്, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ സെറ്റിൽ ചെയ്തിട്ട് അവിടുത്തെ സ്ഥലത്ത് എന്താണ് അഗ്രികൾച്ചർ നടത്താൻ തുടങ്ങി. അവരെന്താണ് കൃഷി ചെയ്യാൻ തുടങ്ങി. അവിടെ കൃഷി ചെയ്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ എന്താണ്, അവർക്ക് ഒരുപാട് വേറെ ആവശ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അവരുടെ സർപ്ലസ്, അതിൽ നിന്ന് കിട്ടുന്ന അവർ സർപ്ലസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. അതിന് റിട്ടേൺ ആയിട്ട് അവർ വന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, then barter economy. Barter system എന്ന് കേട്ടിട്ടില്ലേ? The barter system came into existence when people exchanged goods for goods. മണിക്ക് പകരം ഗുഡ്സിന് ഗുഡ്സ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഒരു സാധനം കൊടുത്താൽ അതിന് പകരമായിട്ട് വേറൊരു സാധനം, അല്ലാതെ പൈസയല്ല എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. With increase in production due to division of labor, exchange of goods for goods assumed enormous proportion. But people found difficulty in exchange of goods as they had to search out persons who had goods wanted by them and ready to take in exchange the goods they had themselves in abundance. Hence people felt an acute need for medium of exchange. അപ്പൊ ഒരു വ്യക്തി എന്താണ് മറ്റു വ്യക്തിക്ക് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഗുഡ്സ് കൈമാറ്റം തുടങ്ങി. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ അവർ വന്ന് എന്താണ് ഇങ്ങനെ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. കാരണം എന്താണ്, ആ സെയിം വാല്യൂ ഉള്ള സാധനം തിരിച്ചു കിട്ടാതെ വന്ന ആ സമയത്ത് എന്താണ് അവർക്ക് ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിന്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഫീൽ ചെയ്തു തുടങ്ങി. പിന്നെ അവരെന്താ ചെയ്തതെന്ന് നോക്കാം. മണി എക്കണോമി, നാഷണൽ എക്കണോമി. The introduction of money was the turning point in the history of human civilization. അതായത് മണിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് എന്ത് ഹ്യൂമൻ സിവിലൈസേഷന്റെ നാഴികക്കല്ല് എന്ന് പറയുന്നത്. To start with, there was only commodity money. Animal skins, furs, shells and cattle were used as medium of exchange. മണിക്ക് മുമ്പ് എന്താണ് കമ്മോഡിറ്റി, അനിമൽസ്, സ്കിൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈം പാസ്റ്റ് മെറ്റൽ ലൈക്ക് അയൺ, ബ്രോൺസ് എക്സെട്ര വെർ യൂസ്ഡ് ആസ് മണി. പിന്നെ എന്താണ് മണിക്ക് പകരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെറ്റൽസ്, ബ്രോൺസ്, അതായത് വെങ്കലം, അയൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, മെറ്റൽസ് ആണ് മണിക്ക് പകരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. With the advancement of civilization and increase in population, villages grew into cities which have become marketing centers. Villages become suppliers of raw materials to towns in exchange of manufactured goods. The trade assumed importance which is carried on in different degrees. പിന്നെ വന്നപ്പോ എന്താണ് സംഭവിച്ചത്, പിന്നെ വില്ലേജസ് ഒക്കെ ഗ്രോ ആണ്. വില്ലേജസിൽ നിന്ന് ആൾക്കാർ സിറ്റിയിലേക്ക് മാറാൻ തുടങ്ങി, ടൗൺ ഉണ്ടായി തുടങ്ങി. അപ്പൊ വില്ലേജിലുള്ള ആൾക്കാർ അവരുടെ സാധനങ്ങൾക്ക് ടൗണിൽ കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ എന്താണ് പുതിയ മാർക്കറ്റിംഗ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഫുൾ നാഷണൽ എക്കണോമി ഡെവലപ്പ് ആയി തുടങ്ങി പതുക്കെ. ഇന്റർനാഷണൽ എക്കണോമി, ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് നോൺ ആസ് ഇന്റർനാഷണൽ ട്രേഡ്. അതായത് പിന്നെ രാജ്യങ്ങൾ തമ്മിൽ എന്താണ് ട്രേഡ് നടത്താൻ തുടങ്ങി. ഓക്കെ, each country is specialized in producing only those goods and services for which it is best suited. ഓരോ കൺട്രിയും എന്താണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും റിസോഴ്സസ് അവർക്ക് ഏറ്റവും കൂടുതൽ ഏതിനാണോ അതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ഓരോ നാട്ടിലും പ്രത്യേകതയുള്ള ഒരു കാര്യം ഉണ്ടാവും.
അവർക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ ഇത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ട്രേഡിന് ഇങ്ങോട്ട് വരും, നമ്മുടെ വിദേശികളൊക്കെ ഇങ്ങോട്ട് വന്ന് ട്രേഡ് ചെയ്യും. അപ്പൊ ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രത്യേകതകളുണ്ട്, അവിടുത്തെ പ്രത്യേക സാധനങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രേഡ് ചെയ്യാൻ തുടങ്ങി ഈ കൺട്രീസ് തമ്മില്. പിന്നെ ഇൻഡസ്ട്രി ഉണ്ടായി, പിന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ഇൻഡസ്ട്രി ഉണ്ടായി. മനസ്സിലായോ? The term industry in its narrow sense means the production of goods and services, and in its broad sense means that part of business activity which concern itself with the raising of production, processing or fabrication of product. According to usage of goods, the produce of an industry can be classified into consumer goods and producers goods. The former connote those goods which are meant for ultimate consumption, later means for further use in producing goods and services. അതായത് ഓരോ ഇൻഡസ്ട്രി ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി, പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ വന്നു ഓരോ ഇൻഡസ്ട്രിയുടെ. അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള ഡെയിലി കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതാണ് കൺസ്യൂമർ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെഷീനറീസ്, അതുപോലെ തന്നെ ലേബേഴ്സ്, പിന്നെന്താ സ്ഥലങ്ങള്, അതായത് ഇൻഡസ്ട്രി, ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പൊ ഇതിനൊക്കെ സെപ്പറേറ്റ് ഇൻഡസ്ട്രീസ് വന്നു തുടങ്ങി. ഇപ്പൊ കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പാർട്സ്, ഈ പാർട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഏത് കമ്പനിയാ? ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനി. ഇപ്പൊ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നതോ, ഈ കാറ് മൊത്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിൽക്കാറാവുന്ന പരുവമില്ലേ, നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള പരുവം, അതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ വ്യത്യാസം? Then evolution of industry.